കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം ഹഗ്ഗായിയാണ്. ഹഗ്ഗായി 1:6. നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു. ഹഗ്ഗായി 1:6. നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിരും മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. അതായത് എന്ത് വിഷയം, അതായത് നമ്മുടെ അധ്വാനമില്ലേ വ്യർത്ഥമാകുന്നുണ്ട് പലപ്പോഴും. ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം നമ്മളെന്ത് ചെയ്യും. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു നോവൽ എഴുതി, അത് 2017 തൊട്ട് 2023 വരെ ഞാൻ 5 കൊല്ലത്തിൽ ആ നോവൽ എഴുതിയത്. 1000 പേജാണ്. ഇപ്പം ഗ്രീൻ ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു. അത് നമ്മുടെ ഭോപ്പാൽ ദുരന്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ചെർണോബിൽ എന്ന് പറയുന്ന ആ പ്രമേയത്തിലെ പരിസ്ഥിതിക്കെതിരെ ഉണ്ടാകുന്ന ആദ്യത്തെ കോർപ്പറേറ്റ് ആക്രമണമാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിസ്ഥിതി പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോവൽ വരണത്. എത്രയോ കഥാപാത്രം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഉള്ള എൻ്റെ അനുഭവ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലും കാട്ടിലും കടലിലുമൊക്കെ പോയി. പക്ഷേ ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഈ സാധനം സ്റ്റക്കാവും. കാര്യം ഇത് പെട്ടെന്ന് ഇങ്ങനെ ഭാവന എഴുതണ അല്ലല്ല, ഇതിനകത്ത് ഇത് ഭയങ്കരമായ ഒരു ബേസ്മെൻറ്റ് വേണ്ട എല്ലാത്തിനും. കാര്യം നടന്ന സംഭവമല്ലേ. പക്ഷേ ഞാൻ പുസ്തകം എഴുതുമ്പോഴൊക്കെ ഇപ്പോൾ കുറേ പുസ്തകം 10-18 പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാംസ്കാരികമുണ്ട്. എനിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നിട്ടുള്ളതാണ്. അത് അവാർഡിൻ്റെ കാര്യം പറയല്ല, ഞാൻ എഴുതുമ്പോൾ ഇടയ്ക്ക് ചില സമയത്ത് സ്റ്റക്കായി പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്വർഗസ്വനായതായും ചെല്ലും, ചെല്ലും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ ഞാൻ സ്റ്റക്കായ സ്ഥലത്തുനിന്ന് കർത്താവ് എനിക്ക് ഇപ്പോൾ റെഫറൻസ് ഗവേഷണ ബുക്കാണെങ്കിൽ എനിക്ക് കർത്താവ് എന്നെ ഗവേഷണം കാണിച്ചു തരും. ഇനി അടുത്ത പോയിൻ്റ് എവിടെ നീ അന്വേഷിക്കേണ്ടത്, അത് ഏത് ബുക്കിലുണ്ട്. ഇത് ഞാൻ ഏതെങ്കിലും ബുക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് പറ്റിയ പോയിൻ്റ് ആയിട്ടൊന്ന് എടുത്ത് വെച്ച് തരും. ദൈവം ഭയങ്കര സംഭവമാണ് കേട്ടോ. വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം ചേട്ടല്ല, പാട്ടിപ്പൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവം